CUT UG പരീക്ഷയുടെ 2023 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. ഇത്തരത്തിലുള്ള മാച്ച് ദ ഫോളോവിങ്സ് കറണ്ട് അഫെയർ ആവട്ടെ, GK ടൈപ്പ് ആവട്ടെ, അതുപോലെ തന്നെ സബ്ജക്ട് വൈസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും പെട്ടെന്ന് എങ്ങനെ സോൾവ് ചെയ്ത് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് 2023 ജനറൽ ടെസ്റ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്ന ആൻസർ ഏതാ എന്നുള്ളത് ആദ്യം മാർക്ക് ചെയ്യാം, എന്നിട്ട് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഇത്തരത്തിലുള്ള MCQയിൽ നമുക്ക് അവലംബിക്കാവുന്ന ടെക്നിക്കാണ് എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് അറിയുന്ന ഓപ്ഷൻ എങ്കിൽ, അല്ലെങ്കിൽ ഏതാണ് അറിയുന്ന ലിസ്റ്റ് ഏതാണെങ്കിൽ അതിനെ മാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യം എലിമിനേഷൻ മെത്തേഡിലേക്ക് കടക്കാം. ഇതിൽ ആർട്ടിക്കിൾ 368, 40, 61, 352 ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന ആർട്ടിക്കിൾ ഏതാണെങ്കിലും അതിനെ പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്യാം. ദെൻ ഞാൻ ആർട്ടിക്കിൾ 368 നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് ആർട്ടിക്കിൾ 368 എന്നുള്ളത്. ദെൻ അപ്പൊ നമുക്ക് ഉറപ്പിക്കാം A3 എന്നുള്ള ഓപ്ഷൻ. A3 എന്നുള്ള ഓപ്ഷൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ എയും അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഓപ്ഷൻ ബി ഓർ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ നമുക്ക് ഉറപ്പിക്കാം. 50-50 ചാൻസ് ആണ് എന്നുള്ള. ദെൻ നമുക്ക് അടുത്ത് ഇനി അറിയുന്നത് പ്രോബബിലിറ്റി, ഏറ്റവും കൂടുതലായിട്ട് ഉറപ്പായിട്ടും ഇതായിരിക്കും എന്നുള്ള പ്രൊവിഷൻസ് നമ്മൾ മാർക്ക് ചെയ്യാം. 352 എമർജൻസി പ്രൊവിഷൻ ആണ്. നാഷണൽ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് 352 എന്നുള്ളത്. അപ്പൊ 352 D2 എന്നുള്ളതാണ്. D2 എന്നുള്ളത് രണ്ടും ബിയിലും സിയിലും D2 തന്നെയാണ്. ദെൻ ആർട്ടിക്കിൾ 61 നെക്സ്റ്റ് എനിക്ക് അറിയുന്ന ഒരു ആർട്ടിക്കിൾ ആണ് 61 എങ്കിൽ 61 ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ആണ്. അതായത് C4 എന്നുള്ള ഓപ്ഷൻ ആണ്. C4 എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് മാച്ച് ദ ഫോളോവിങ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. അറിയുന്ന കുരുക്കുകൾ അയച്ച് ദെൻ അവസാനം ആൻസറിലേക്ക് എത്തുന്ന രീതിയാണ്. ഈ ടൈപ്പ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും റൈറ്റ് ആൻസർ ലഭിക്കും.